ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സണാണ്. ഇന്ന് ചെയ്യുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. അപ്പം ഞാനിവിടെ 2 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കളർ ചൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് വേണം ഒരു കളർ സെലക്ട് ചെയ്യാനായിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് പൈലായ ബ്ലൂ കളറിൻ്റെ റീഡിംഗ് ആണ് ആദ്യമേ നോക്കുന്നത് നമ്മൾ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണല്ലോ നോക്കുന്നത്. ദി ഹെർമിറ്റാണ്. അതായത് ഇപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഈ ഒരു പേഴ്സൺ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നല്ല രീതിയിൽ വിലയിരുത്തുകയാണ്. അപ്പം എന്തായാലും തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാണുന്ന ഹെർമിറ്റ്. ഇപ്പോഴത്തെ സാഹചര്യത്തെ വളരെ ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ ഒരു സോൾ സെർച്ചിങ് എനർജിയിലാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചെയ്ത തെറ്റുകളെക്കുറിച്ചെല്ലാം തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു എനർജിയാണ് കേട്ടോ. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിലവിലെ സാഹചര്യത്തിൽ ആൾ വളരെയധികം സ്റ്റക്കാണ്. ആൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആൾ സ്റ്റക്കാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വളരെ നല്ല രീതിയിലുള്ള ഒരു ആലോചനയിലാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം സൈലൻ്റ് ആണ്. അപ്പം ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. അപ്പം ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കും എന്നുള്ളതായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്യണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പം എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നുള്ള ആ ഒരു വഴിയാണ് ഈ ഒരു പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഹെർമിറ്റ് എനർജിയിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. അപ്പം അതിനുശേഷമായിരിക്കാം ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പഴയതുപോലെ തേർഡ് പാർട്ടിയോട് ഈ ഒരു പേഴ്സണോട് അറ്റാച്ച്മെൻറ്റോ അട്രാക്ഷനോ ഒന്നും തന്നെ കാണുകയില്ല. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ തൻ്റെ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും തന്നെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആലോചിക്കുന്നുണ്ട്.
അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു പേഴ്സൺ നീണ്ട ആലോചനയിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കിരുന്ന് അവർ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഈ ഒരു സമയം വിഷമിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല അവരുടെ സിറ്റുവേഷൻ. ഇപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ വളരെയധികം സാഡാണ്. ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട്. അപ്പം അവിടെ നിന്നും പുറത്തിറങ്ങാനുള്ള വഴികളാണ് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ വളരെ നല്ല രീതിയിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലാണ് ആ ഒരു പേഴ്സൺ പ്രതീക്ഷ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പം എന്തായാലും വൈകാതെ ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ഫസ്റ്റ് കളർ സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ അവർ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട്. അപ്പം നിങ്ങളെ മറന്നിട്ടായിരിക്കുമല്ലോ ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ചെന്നപ്പോഴാണ് ആ ഒരു പേഴ്സൺ തൻ്റെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് എടുത്തിട്ടില്ല. അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കിയത്. അപ്പം എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ആൾ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്. ഇനി നമുക്ക് സെക്കൻഡ് കളർ ചൂസ് ചെയ്തവരുടെ റീഡിങ് നമുക്ക് നോക്കാം. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബ്ലൂ കളർ ചൂസ് ചെയ്ത വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവർ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി അവരുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സമയം ഉണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആൾ വളരെയധികം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് മൂൺ. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ആൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ടായിരിക്കാം. അപ്പം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഒരു മൂണാണ്. അതായത് ഒരു ഹൈഡിങ് എനർജിയാണ്. അവർക്ക് വളരെയധികം കൺഫ്യൂഷനുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഭയക്കുന്നതായിട്ട് കാണുന്നു. അവർ ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തന്നെയാണ്. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഭയന്നായിരിക്കും ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കേണ്ടി വരുന്നത്. അപ്പം എന്തായാലും അവർ അവിടെ ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാണുന്നു. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണ് വരാൻ കഴിയാത്തത്.
ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളോട് അവർക്ക് വളരെയധികം ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ആ ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതിൽ ആൾക്ക് വളരെ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. അപ്പം ഒരു ഭയന്ന് ഇരിക്കുന്ന ഒരു പേഴ്സൺ എനർജി, അതായത് സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. മറ്റൊരാളുടെ കൺട്രോളിലായിരിക്കാം കാര്യങ്ങൾ. അപ്പം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ഈ ഒരു പേഴ്സണും തിങ്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് വരണം, ഒരു റീയൂണിയനാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് അതിന് കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അവരുടെ കറണ്ട് എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം എന്തായാലും നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സണ് ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. മേ ബി അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടി എത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അവർക്ക് ഒരു തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു എനർജിയാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നേരിടുന്നുണ്ടായിരിക്കാം. മേ ബി തേർഡ് പാർട്ടി വളരെയധികം ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണുന്നു. അപ്പം എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് എങ്ങനെയും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വൈകാതെ ഈ ഒരു റിലേഷൻഷിപ്പും എൻഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പം എങ്ങനെയും ഇത് അവസാനിപ്പിക്കണം, ഇത് അധിക ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് തേർഡ് പാർട്ടി ആയിരിക്കാം ഈ ഒരു പേഴ്സണെ ഉപദേശിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം. തേർഡ് പാർട്ടിയുടെ ഗൈഡൻസ് അനുസരിച്ചായിരിക്കാം ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മേ ബി അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വഴക്കിലേക്ക് പോവുകയും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിലുള്ള വഴക്കിലേക്ക് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ചിലപ്പോൾ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അംഗീകരിച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ തേർഡ് പാർട്ടിക്കും അംഗീകരിച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ട്രെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പം രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എത്രയധികം സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ തെറ്റായ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എത്രയധികം വേദനിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാല്യൂ ഈ ഒരു സമയം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ പാസ്റ്റ് എനർജിയിൽ തന്നെ സ്റ്റക്കാണ്. കാരണം പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചായിരിക്കുമല്ലോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അപ്പം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ കർമ്മയായിരിക്കാം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല. പിന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രെസ്സ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് വല്ലാത്ത സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഒക്കെയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം.
പക്ഷേ അന്നൊന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു വ്യക്തിയുടെ സമയവും എനർജിയും എല്ലാം മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഇതെല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നിലവിലെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തേർഡ് പാർട്ടിയെ ഭയക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ബുദ്ധിമുട്ടി എല്ലാം സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. തേർഡ് പാർട്ടിയുടെ ഉപദേശത്താലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ നല്ല രീതിയിലുള്ള വഴക്കുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡെവിൽ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് കാണുന്നു. ഈ ഒരു പേഴ്സണെ ഈ ഒരു തേർഡ് പാർട്ടി വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്. അത് ബ്ലാക്ക് മാജിക്കിലാണെങ്കിലും ശരി, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ശരി, ഈ ഒരു പേഴ്സണെ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കുകയില്ല. കാരണം തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അപ്പം അതാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ഇതിലൊരു ഹോപ്പ് ഉള്ളതായിട്ട് കാണുന്നു. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ നിലവിലെ കറണ്ട് സിറ്റുവേഷനിൽ ആൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. എന്തായാലും വളരെയധികം നെഗറ്റീവ് എനർജി ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും പക്ഷേ ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു പേഴ്സൺ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഭയമായിരിക്കാം കാരണം.